CPM-ലെ കൂട്ടയടി അവസാനിക്കുന്നേയില്ല. മന്ത്രി സജി ചെറിയാനെ വലിച്ചു കയറി എം മണി. മന്ത്രിയാണെങ്കിലും ഒരുമാതിരി പണി കാണിക്കരുതെന്ന സജി ചെറിയാനെതിരെ എം മണി. ഫിഷറീസ് വകുപ്പിന്റെ ഇടുക്കി ചെങ്കുളം മത്സ്യവിത്ത് ഫാമിന്റെ ഉദ്ഘാടന വേദിയിൽ നേരിട്ടെത്താതെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനവുമായി എം മണി MLA. മന്ത്രിയാണെങ്കിലും ഒരുമാതിരി പണി കാണിക്കരുതെന്നും അയാൾക്ക് പിന്നെ എന്ത് ജോലിയാണെന്നും ചോദിച്ച മണി ഉദ്യോഗസ്ഥരെ നോക്കി. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് അങ്ങ് പറഞ്ഞേക്കാനും നിർദ്ദേശിച്ചു. മന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് മണിയുടെ വിമർശനം. ഞങ്ങളെ എന്തിനു മെനക്കെടുത്തി? അയാൾ അവിടെ ഇരുന്ന് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഞാനും രാജ MLA പോലെ ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടാക്കൽ ഡീസൽ അടിച്ച് മെനക്കെടാൻ നമ്മളും. മേലാൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ക്ഷണിക്കരുതെന്നും പറഞ്ഞാണ് മന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ഉച്ചയോടെയാണ് ഉദ്ഘാടനം ഓൺലൈനായിരിക്കുമെന്ന് അറിയിച്ചത്. CPM-ലുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ടും തീരുന്നില്ല. പരാതിക്കാരിയുടെ കൈവശമുള്ള ക്ലിപ്പുകൾ പുറത്തുവിട്ടാൽ ശശിയാകുമെന്ന മുന്നറിയിപ്പുമായി CPM ജില്ലാ സെക്രട്ടറി. ചെങ്കൊടിക്ക് മുകളിൽ പറക്കാൻ ശശിയല്ല ആരെയും അനുവദിക്കില്ലെന്ന് പാലക്കാട് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ശശിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുന്ന ശശിയോട് ഒന്നേ പറയാനുള്ളൂ, സ്വന്തം കണ്ണിൽ കുന്തം കിടക്കുമ്പോൾ ആരാന്റെ കണ്ണിലെ കരട് തേടേണ്ട. ശശിയല്ല ജില്ലാ സെക്രട്ടറിയും പാർട്ടി സഖാക്കളും ശശിയെ സസ്പെൻഡ് ചെയ്യാൻ ഇടയായ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ഇപ്പോഴും CPM-ന്റെ അനുഭാവിയാണ്. വേണ്ടി വന്നാൽ അവരുടെ കൈവശമുള്ള ക്ലിപ്പുകൾ പുറത്തുവിട്ടാൽ ശശിയാകുമെന്നും ഒരു തമ്പുരാന്റെ മുൻപിൽ മുട്ടുവിറയ്ക്കാതെ രാഷ്ട്രീയം പറയുന്ന പാർട്ടിയാണ് CPM എന്നും നേതാവ് പറഞ്ഞു. CPM-നെ തിരുത്താൻ മുന്നിട്ടിറങ്ങിയവരുടെ ചരിത്രം കൂടി ഓർക്കുന്നത് നല്ലതാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. PK ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിജയരാഘവൻ. എല്ലാം മൂറ്റിക്കുടിച്ച ശേഷം പാർട്ടിയെ തള്ളിപ്പറഞ്ഞാൽ നോക്കിയിരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും PK ശശി പോയാൽ ശശിക്ക് പോയി എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ. PK ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ശേഷം മണ്ണാർക്കാട് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അവസാന നിമിഷം വരെ പാർട്ടിയെ ഊറ്റിക്കുടിച്ച് അത് ദഹിക്കുന്നതിന് മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞാൽ നോക്കിയിരിക്കില്ല. വർഗശത്രുവിന്റെ പാളയത്തിൽ പോയവരെ ആ നിലയിൽ തന്നെ കാണും. PK ശശിക്കെതിരെ 6 തവണ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റുപറ്റിയാൽ തിരുത്തുക എന്നതാണ് പാർട്ടി നയം. നന്നായി പ്രവർത്തിക്കുന്ന സഖാക്കളെ മേൽക്കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത് പാർട്ടിയുടെ രീതിയാണ്. എന്നാൽ ശശിയെ ഉയർന്ന കമ്മിറ്റിയിൽ എടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ കീഴ്ക്കമ്മിറ്റിയിലെത്തും. നിലവിലെ സാഹചര്യത്തിൽ മണ്ണാർക്കാട് നിന്നും ശശി MLA ആകില്ല. ശശിയെ 1-ാം തരം മണ്ഡലത്തിൽ നിന്നാണ് വിജയിപ്പിച്ചത്. 5 കൊല്ലം MLA ആയാൽ പിന്നെ അവിടെ നിർത്താൻ പറ്റാത്ത ആളായി മാറാൻ ശശിക്ക് പ്രത്യേക കഴിവുണ്ട്. MLA സീറ്റ് നൽകാതിരുന്ന ശശിയെ KTDC ചെയർമാനാക്കി. KTDCയെ കൊണ്ട് എങ്ങനെ പരമാവധി ഉപദ്രവിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നെന്നും വിജയരാഘവൻ പറഞ്ഞു. ഇടതുമുന്നണിക്ക് വീണ്ടും ചോദ്യങ്ങൾ. നാട്ടികയിൽ ടിസ്റ്റ്. CC മുകുന്ദൻ ഡൽഹിയിലേക്ക്. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച. CPI പുറത്താക്കിയ CC മുകുന്ദൻ MLA ഡൽഹിയിലേക്ക്. നെടുമ്പാശ്ശേരിയിൽ നിന്നും മുകുന്ദൻ വിമാനമാർഗം ദില്ലിയിലെത്തിയാൽ വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളതാണ് ഇടതുമുന്നണിക്ക് CPIക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾ. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നാണ് സൂചന. അമ്പലപ്പുഴ മോഡൽ നാട്ടികയിലും വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മുകുന്ദൻ പോയത് പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രേരണയിലാണ്. അതേസമയം മുകുന്ദനെ വിളിപ്പിച്ചിട്ടില്ലെന്നും ആരും ചർച്ച നടത്തുമെന്ന് അറിയിച്ചിട്ടില്ലെന്നുമാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതികരണം. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ വികാരം മറികടന്ന് മുകുന്ദന് കോൺഗ്രസ് സീറ്റ് നൽകുമോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് ആഗ്രഹമെന്നും ഭീഷണി ഉണ്ടായാൽ ഭയപ്പെടാതെ നേരിടുമെന്നും CC മുകുന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം മുകുന്ദനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. CPI തള്ളിയ മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. പ്രാദേശിക നേതാക്കളുടെ സ്ക്രാപ്പ് പരാമർശത്തിനും മുകുന്ദൻ മറുപടി പറഞ്ഞു. താൻ ഉപയോഗമുള്ള ആളാണോ ഉപയോഗശൂന്യമായ ആളാണോ എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തെളിയുമെന്നാണ് മുകുന്ദൻ പറഞ്ഞത്. ആരെങ്കിലും വിവരമില്ലാതെ പറയുന്നതിനോട് പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗീതാ ഗോപിയുടേത് പേയ്മെന്റ് സീറ്റാണെന്നും ആവർത്തിച്ചു. പാർട്ടി ആവശ്യപ്പെട്ട പണം പിരിച്ചു കൊടുക്കാനുള്ള ശേഷിയില്ല. 10 കൊല്ലം MLA ആയിരുന്ന ശേഷം പാർട്ടി മണ്ഡലവും തള്ളിക്കളഞ്ഞയാളെയാണ് വീണ്ടും മത്സരിപ്പിക്കുന്നത്. അവർക്ക് വലിയ സ്പോൺസർമാരുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A.A. ഷുക്കൂർ. ആലപ്പുഴ ജില്ലയിൽ സീറ്റ് വേണമെന്നാണ് ആവശ്യം. ജില്ലയിൽ ഏറ്റവും പ്രവൃത്തി പരിചയമുള്ള നേതാവാണ് താനെന്നും പരിഗണിച്ചില്ലെങ്കിൽ ചിലത് തുറന്നു പറയുമെന്നും A.A. ഷുക്കൂർ മുന്നറിയിപ്പ് നൽകി. പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും അനുസരിച്ചെന്നും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും ഷുക്കൂർ പറഞ്ഞു. തന്റെ ആവശ്യം എല്ലാ നേതാക്കളെയും അറിയിച്ചിട്ടുണ്ടെന്നും ഷുക്കൂർ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരട്ടെ, തനിക്ക് ചിലത് പറയേണ്ടി വരും. നേതൃത്വത്തോടും മുതിർന്ന നേതാക്കളോടും താൻ പറഞ്ഞിട്ടുണ്ട്. മാനസികമായി വേദനയുണ്ടാക്കുന്നത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ആലപ്പുഴയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് താൻ. തനിക്ക് മനസ്സ് വേദനിക്കുന്ന സംഭവം ഉണ്ടായാൽ പാർട്ടിക്കുള്ളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇനി പാർട്ടിക്ക് പുറത്ത് പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതും ചെയ്യുമെന്നും A.A. ഷുക്കൂർ പറഞ്ഞു.